അൽഫാമൊക്കെ കഴിച്ച് മടുത്തോർക്കും ഇനി അല്ലാത്തവർക്കും ട്രൈ ആക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇഫ ചിക്കൻ. ഇതിൻ്റെ സോസാണ് മെയിൻ ഹൈലൈറ്റ്. ചിക്കൻ ഒരു ചെറിയ പീസ് എടുത്ത് ഇത്തിരി മേലെയുള്ള സോസും കൂടി എടുത്ത് കഴിച്ചാൽ സാറേ അടിപൊളി ടേസ്റ്റാണ്. അപ്പം അങ്ങനെ ആ റെസിപ്പി നോക്കിയല്ലേ. ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളൊരു മസാല റെഡിയാക്കണം. അത് നമ്മുടെ നോർമൽ ചിക്കൻ ഫ്രൈൻ്റെ മസാല തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചിക്കന് മസാല തേച്ച് എത്ര നേരം നിൽക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും. അപ്പോൾ കുറഞ്ഞതൊരു 1/2 മണിക്കൂറെങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. പിന്നെ വലിയ പീസ് ചിക്കൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിച്ച് വരഞ്ഞു കൊടുത്തിട്ട് വേണം നമ്മൾ മസാല തേക്കാൻ. എന്നാൽ മാത്രമാണ് ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ ഒരു മസാല ഇറങ്ങി കിട്ടുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇഫ ചിക്കൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സോസ് റെഡിയാക്കാം. ഇത് ഏകദേശം നമുക്ക് മയണൈസിനെ പോലെ തോന്നുന്നുണ്ടെങ്കിലും മയണൈസ് അല്ല. അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് പുഴുങ്ങിയ മുട്ടയുടെ വെള്ളഭാഗം മാത്രം ചേർത്ത് കൊടുക്കുക, മഞ്ഞക്കരു ചേർക്കരുത്. ഇനി അതിലേക്ക് തന്നെ വെളുത്തുള്ളി, ഫ്രഷ് ക്രീം, പാല്, പഞ്ചസാര, ഉപ്പ് എന്നിവ ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡാക്കി എടുക്കുക. ഇനി അതിലേക്ക് തന്നെ ചീസ് സ്ലൈസും സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് ബ്ലെൻഡാക്കി എടുക്കുക. ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള കൺസിസ്റ്റൻസിയിലൊന്ന് ആക്കിയെടുക്കണം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ടൈമാണ്. ഇഫ ചിക്കൻ ഒരു തവ ഫ്രൈ ആയതുകൊണ്ട് തന്നെ തവയിൽ വേണം നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ സോസ് ഈ ഒരു ചിക്കൻ തേച്ച് കൊടുക്കുക. ഇനി ഒരു 3-4 മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അപ്പോൾ തന്നെ സേവ് ചെയ്ത് വെച്ചോളി. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്